അമൃതത്വത്തിനുള്ള ആശ പോലും ധനം കൊണ്ടുണ്ടാവില്ല. ധനം അമൃതത്വവുമായി ബന്ധമുള്ളതല്ല. ധനമുള്ളതുകൊണ്ടോ ഇല്ലാത്തതുകൊണ്ടോ ഇത് സംഭാവ്യമല്ല എന്നാണ് അർത്ഥം. ഇപ്പം ധനവുമായി ഇതിന് ബന്ധമില്ല എന്നുള്ളതാണ്. ഇനി ധനത്തെക്കുറിച്ചും ഭാരതീയനൊരു ചിന്തയുണ്ട്. ധനവാനെ നിങ്ങൾ കണക്കാക്കുന്നതും ഭാരതീയർ കണക്കാക്കുന്നതും രണ്ട് തരത്തിലാണ്. എനിക്ക് അമേരിക്കയിൽ ഇപ്പോൾ ഒരു 6 ആശ്രമവും അവിടെ എല്ലാം കൂടി ഒരു $600 കോടി സ്വത്തുമുണ്ട്. ജർമ്മനിയിൽ ഈയിടെ പോയി ഒരു വലിയ ആശ്രമവും പരിപാടിയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. സ്വിസ് ബാങ്കിൽ കണക്കറ്റ് പണം കിടപ്പുണ്ട്, യജ്ഞങ്ങൾ, യാഗങ്ങൾ, പരിപാടികളൊക്കെ ആയിട്ട്. ഇന്ത്യയിൽ എല്ലാ സ്റ്റേറ്റിലും ആശ്രമങ്ങളുണ്ട്, കേരളത്തിലും കുറേയുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയുണ്ട്. ഇത്രയൊക്കെ ഉണ്ടെങ്കിലും ഒരു ഓട്ടോറിക്ഷയിൽ അറിയാതെ കയറിപ്പോയാൽ 5 രൂപയ്ക്ക് ഞാൻ അവനോട് കണക്ക് പറയുകയും ചെയ്യും. ഇപ്പോഴും ഞാൻ എല്ലാ കാര്യത്തിനും കണക്ക് പറഞ്ഞ് 1 രൂപയായാലും 2 രൂപയായാലും ആർത്തിയോടെ അത് പിടിച്ചു വാങ്ങാൻ ശ്രമിക്കും. ഇങ്ങനെയുള്ള എന്നെ ലോകം വിളിക്കുക കോടീശ്വരൻ എന്നാണ്, ഭാരതീയ പൗരാണികർ വിളിക്കുക ദരിദ്രൻ എന്നാണ്. നിങ്ങളുടെ ആഗ്രഹത്തിൻ്റെ ചെപ്പിൽ ഇനി എത്ര നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ അതിൻ്റെ ദാരിദ്ര്യമാണ് മാനസികമായി നിങ്ങളിൽ പ്രബലമായി കാണുക. നിങ്ങൾ സമ്പാദിച്ചു കൂട്ടിയതിൻ്റെ സംതൃപ്തിയല്ല ഉണ്ടാവുക. ഒരു മനുഷ്യൻ്റെ ധനത്തെ കണക്കാക്കേണ്ടത് അവൻ ഇനി സമ്പാദിക്കുവാൻ ആഗ്രഹിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം. ഈ നിർവചനമൊന്നും നിങ്ങൾക്ക് പഥ്യമാവുമെന്ന് തോന്നില്ല. സതു ഭവതി ദരിദ്രോ യസ്യ തൃഷ്ണ വിശാല. ആ തൂ എന്ന നിപാതവും ശ്രദ്ധിക്കണം. തൃഷ്ണ എത്രയുണ്ടോ അത്രയും ദാരിദ്ര്യമാണുള്ളത് എന്നാണ് ആ ഭാഗത്തിൻ്റെ അർത്ഥം. തൃഷ്ണ വിശാലമായവൻ ദരിദ്രനാണ്. കയ്യിലിരിക്കുന്നത് കണക്കാക്കണ്ട. മനസ്സിലായില്ല? എനിക്ക് 5 രൂപയുടെ തൃഷ്ണയാണുള്ളത്. 50 കോടി രൂപ കയ്യിലുണ്ട്. അപ്പുറത്തൊരുത്തൻ്റെ കയ്യിൽ 5 രൂപയേ ഉള്ളൂ. അവൻ അതെടുത്തു കൊടുക്കാൻ തയ്യാറായി നിൽക്കുന്ന വിധം സമ്പന്നനാണ്. മനസ്സിലായില്ല? അപ്പോൾ ഞാൻ ദരിദ്രനും അവൻ സമ്പത്തുള്ളവനുമാണ്. ഭാരതീയ ചിന്തയും പാശ്ചാത്യ ചിന്തയും തമ്മിലുള്ള അന്തരം സ്പഷ്ടമായതാണ്. ഇത് മനസ്സിലാവുമെങ്കിലാണ് ഞാൻ ഇനി അങ്ങോട്ട് പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുക. മറ്റേ നിങ്ങളുടെ പുതിയ മാനദണ്ഡങ്ങൾ വെച്ചുകൊണ്ട് കോടീശ്വരന്മാരെ സൃഷ്ടിക്കുന്ന മാനദണ്ഡങ്ങളിൽ ഈ ചിന്തയ്ക്ക് വലിയ പ്രസക്തിയില്ല. സ്വാമി ഒരു വണ്ടിയിൽ അവിടെ വന്നിറങ്ങി 50 പൈസയ്ക്ക് അവനുമായിട്ട് അടിയുണ്ടാക്കുകയാണ്. അത് കണ്ടുകൊണ്ട് മുറ്റം തൂക്കുന്ന ഒരു സ്ത്രീ കണ്ട് എളിയുന്ന 1 രൂപ എടുത്ത് അവന് കൊടുത്ത് പ്രശ്നം തീർത്ത് അവരെ വിടുന്നു എങ്കിൽ മനസ്സിലായില്ല. അവക്ക് തൃഷ്ണ കുറവും എനിക്ക് തൃഷ്ണ കൂടുതലുമാണ്. മനസ്സിലായില്ല? തൃഷ്ണയെ ആസ്പദമാക്കിയാണ് സമ്പത്തും ദാരിദ്ര്യവും ഭാരതീയർ നിർവചിക്കുക. അത്രയെങ്കിലും മനസ്സിലായി? ആ നിർവചനത്തിൽ നിന്നുകൊണ്ട് നോക്കിയാൽ തൃഷ്ണ ഉള്ളപ്പോൾ അമൃതത്വം കിട്ടില്ല. മനസ്സിലായി? മൂഢ ജഹീഹി ധനാഗമ തൃഷ്ണാം എന്ന് ശങ്കരൻ മോഹമുദ്ഗരത്തിൽ. അപ്പം അതുകൊണ്ട് ഇവിടെ അമൃതത്വത്തിനുള്ള ആശ പോലും നിനക്ക് കിട്ടില്ല മൈത്രി എന്ന് വളരെ ഭംഗിയായി പറഞ്ഞു. ധനം കൊണ്ട് മരണമില്ലാത്ത നില വരുമെന്ന് നീ ആശിക്കണ്ട.
അങ്ങനെയെങ്കിൽ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യാൻ? അങ്ങയ്ക്ക് വശമായ ജ്ഞാനം മതി എനിക്ക് എന്നാണ് യാജ്ഞവൽക്യനോട് ഭാര്യയായ മൈത്രേയി പറഞ്ഞത്. യാജ്ഞവൽക്യനൊന്ന് പ്രശംസിച്ചു, ഭംഗിയായി. പ്രിയ, പ്രിയതര, പ്രിയതമ ഇങ്ങനെ കേട്ടിട്ടുണ്ടാവും. സംസ്കൃതത്തിന് പോസിറ്റീവ് ഡിഗ്രി ഓഫ് കമ്പാരിസൺ, ദെൻ സൂപ്പർലേറ്റീവ് ഡിഗ്രി ഓഫ്, അങ്ങനെ 3 ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ ഉണ്ട്. കേട്ടിട്ടുണ്ടാവും അത്. കമ്പാരിറ്റീവ് ഡിഗ്രി, സൂപ്പർലേറ്റീവ് ഡിഗ്രി, പോസിറ്റീവ് ഡിഗ്രി. ഇവിടെ വിളിച്ചത് പ്രിയതമയെന്നാണ്. നീ എനിക്ക് പ്രിയപ്പെട്ടവളാണ് എന്നും ഇപ്പോൾ എനിക്ക് അധികം പ്രിയമുള്ളവളായിരിക്കുന്നു. കാരണം നീ എന്നോട് ചോദിക്കേണ്ടത് ചോദിച്ചിരിക്കുന്നു. മറ്റുള്ളവർ ചെയ്യുന്ന പോലല്ല നീ ചെയ്തത്. അതുകൊണ്ട് നിന്നെ പ്രത്യേകതയുണ്ട്. അതുകൊണ്ട് നിനക്ക് ഞാൻ പറഞ്ഞു തരാം എന്ന് പറയുകയാണ്. മൈത്രേയി, പ്രേമമെന്നാൽ എന്തെന്ന്, അതിൻ്റെ സ്വഭാവം എങ്ങനെയെന്ന് നിനക്കറിയാമോ? എന്താണ് പ്രേമം എന്ന് നീ മനസ്സിലാക്കിയിട്ടുണ്ടോ? ഭർത്താവിന് വേണ്ടിയല്ല ഭർത്താവ് പ്രിയങ്കരനായിരിക്കുന്നത്, പ്രിയനാവുന്നത്. ആത്മാവിന് വേണ്ടിയാണ്. കുറേ സിമിലീസാണ് കൊടുക്കുന്നത്. ഒന്ന്, ഭർത്താവിന് വേണ്ടിയല്ല ഭർത്താവ് പ്രിയനാവുന്നത്, ആത്മാവിന് വേണ്ടിയാണ്. ഭാര്യയ്ക്ക് വേണ്ടിയല്ല ഭാര്യ പ്രിയയാവുന്നത്, ആത്മാവിന് വേണ്ടിയാണ്. മക്കൾക്കു വേണ്ടിയല്ല മക്കൾ പ്രിയപ്പെട്ടവരാകുന്നത്, ആത്മാവിന് വേണ്ടിയാണ്. ധനത്തിനു വേണ്ടിയല്ല ധനം പ്രിയമാവുന്നത്, ആത്മാവിന് വേണ്ടിയാണ്. ബ്രാഹ്മണന് വേണ്ടിയല്ല ബ്രാഹ്മണൻ പ്രിയപ്പെട്ടവനാവുന്നത്, ആത്മാവിന് വേണ്ടിയാണ്. ക്ഷത്രിയന് വേണ്ടിയല്ല ക്ഷത്രിയൻ പ്രിയപ്പെട്ടവനാകുന്നത്, ആത്മാവിന് വേണ്ടിയാണ്. ലോകങ്ങൾക്ക് വേണ്ടിയല്ല ലോകങ്ങൾ പ്രിയപ്പെട്ടവയാകുന്നത്, ആത്മാവിന് വേണ്ടിയാണ്. ദേവന്മാർക്കു വേണ്ടിയല്ല ദേവന്മാർ പ്രിയപ്പെട്ടവരാകുന്നത്, ആത്മാവിന് വേണ്ടിയാണ്. ഭൂതങ്ങൾക്കു വേണ്ടിയല്ല ഭൂതങ്ങൾ പ്രിയമുള്ളതാകുന്നത്, ആത്മാവിന് വേണ്ടിയാണ്. എല്ലാം തന്നെ അതതിനു വേണ്ടിയല്ല പ്രിയമാവുന്നത്, ആത്മാവിന് വേണ്ടിയാണ്. ആത്മാവാണ്, അതുമാത്രമാണ് എല്ലാവർക്കും പ്രിയമായിട്ടുള്ളത്. ഈ രഹസ്യം പറഞ്ഞു കൊടുത്തു.